മുന്നേയുള്ള ഒരു സിനിമയിൽ ഹരീഷ് കണാരൻ പറയുന്നുണ്ട്, ഈ പിടക്കോഴി മുട്ടയിടാത്തതിന് പൂവങ്കോഴിയെ വെള്ളത്ത് മുക്കിക്കൊല്ലുക, അണ്ണാനെ മരത്തിൻ്റെ മുകളിൽ എറിഞ്ഞു വീഴ്ത്തിയിട്ട് അതിനെ ചുട്ട് തിന്നുക, തേനീച്ചക്കൂടിൻ്റെ മുന്നിൽ തേൻ വിൽക്കപ്പെടുമെന്ന ബോർഡ് എഴുതി വെച്ചിട്ട് തേനീച്ചകളെ മാനസികമായി പീഡിപ്പിക്കുക. ഇങ്ങനെ എന്തൊക്കെയോ തരം ഹോബികളാണ് മൂപ്പർക്ക്. ഇതിനെ ഭ്രാന്ത് എന്ന് വിളിച്ച് ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്, ഇത് അതുക്കും മേലെയാണ് എന്ന്. ഈ പറഞ്ഞ പോലെയാണ് ഇപ്പോൾ നാട്ടിലെ അവസ്ഥ. ഈ ലോകത്താകമാനം പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയെ തടയാനെന്നും പറഞ്ഞ്, നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനെന്നും പറഞ്ഞ് നമ്മളിപ്പോൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. ബിരിയാണി ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ നിന്ന് ആ അരി മാത്രം എടുത്ത് ഒഴിവാക്കി ബാക്കി സാധനങ്ങളെല്ലാം ഇട്ട് തിളപ്പിച്ച് കുടിക്കുക. ഇഞ്ചിയും കുരുമുളകും കരിഞ്ജീരകവും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഇട്ട് തിളപ്പിച്ച് ചവച്ചരച്ച് അത് കുറേ നേരം തൊണ്ടയിൽ വെച്ചതിന് ശേഷം ഇറക്കുക. പിന്നെ ഒരു കുഴപ്പമില്ലാത്തവർ വരെ ഇതൊക്കെ ഇട്ട് ആവി പിടിക്കുക. പിന്നെ നോർമലി ഭക്ഷണം കഴിക്കുന്നവർ വരെ ഒരുപാട് കാശൊക്കെ മുടക്കി വൈറ്റമിൻ സി ടാബ്ലറ്റും മറ്റും വാങ്ങി കഴിക്കുക. ഇങ്ങനെ ഈ അസുഖം വരാതിരിക്കാനും അഥവാ വന്നാൽ തന്നെ വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെടാനും വേണ്ടി നമ്മളിപ്പോൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. ഈ ഗൾഫുകാരും പ്രവാസികളും ഒന്നും ഈ കാര്യത്തിൽ ഒട്ടും മോശമല്ല. അവരും ഒരു 5-6 മാസം മുന്നേ വരെ ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്തിരുന്നവരാണ്. എനിക്ക് നാട്ടിലൊരു ഫ്രണ്ട് ഉണ്ട്, പരതക്കാട് ഷംസു. അവനിപ്പോൾ ഗൾഫിലാണ്. പക്ഷെ അവൻ്റെ പെങ്ങൾക്ക് നാട്ടിൽ വെച്ച് ഈ അസുഖം വന്നു. അവനും ഇതേ കാര്യം തന്നെ പറഞ്ഞു കൊടുത്തു. അവൻ്റെ പെങ്ങൾ ഇത് കൃത്യമായി ചെയ്തു. ബിരിയാണി റെസിപ്പി കലക്കി കുടിച്ചു, 3 നേരം കൃത്യമായി ആവി പിടിച്ചു. അങ്ങനെ അവരുടെ അസുഖമൊക്കെ പെട്ടെന്ന് മാറി, നെഗറ്റീവായി. പക്ഷേ അവരിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ഈ ആസ്മ കൂടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഇത്തരം പരിപാടികൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ് കുഴപ്പം എന്നതിനെക്കുറിച്ചാണ്. ഇതിൻ്റെ മെഡിക്കൽ സയൻസും സാമ്പത്തിക ശാസ്ത്രവും ഭൂതവും ഭാവിയും വർത്തമാനവും അനുഭവവും ഒക്കെ നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ ഫസൽ റഹ്മാൻ, അബുദാബിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ആദ്യമായി മെഡിക്കൽ സയൻസ് പ്രകാരം ചിന്തിച്ചാൽ, ഈ ആദ്യകാലത്തെ തിയറി പ്രകാരം ഈ ആവി പിടിക്കുമ്പോഴുള്ള ചൂട് കാരണം അവിടെയുള്ള രോഗാണുക്കളൊക്കെ ചത്തുപോകും എന്നതായിരുന്നു. പക്ഷേ പിന്നീട് ഇത് പൊട്ടയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ശരിക്കും ഈ ആവി പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ അല്പം ചൂടുള്ള ആവി അല്ലെങ്കിൽ വേപ്പർ നമ്മുടെ ശ്വാസകോശത്തിനുള്ളിലേക്ക് കയറുകയും ആ സമയത്ത് ശ്വാസകോശത്തിലേക്കുള്ള കുഴലുകളൊക്കെ ഒന്ന് വികസിക്കും. അങ്ങനെ എയർ എൻട്രി ഒക്കെ ഒന്ന് ഉഷാറാകും. കൂടാതെ അവിടെയുള്ള കഫത്തിൻ്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ കട്ടിയൊക്കെ ഒന്ന് കുറയും. അങ്ങനെ അവിടെയുള്ള കഫം പെട്ടെന്ന് ഇളകിപ്പോരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്കൊക്കെ അറിയാം, ഈ അസുഖത്തിൽ ഒരു പ്രത്യേകതരം വരണ്ട ചുമ, അതായത് ഡ്രൈ കഫാണ് ഉണ്ടാവാറ്. നമ്മൾ എത്ര തന്നെ ചുമച്ചാലും അധികം കഫം ഒന്നും പുറത്തു വരാറില്ല. കൂടാതെ ഈ അസുഖം സീരിയസ് ആവുന്നവർക്ക്, ഈ അസുഖം കൂടുന്നവർക്ക് വൈറൽ ന്യൂമോണിയാണ് ഉണ്ടാവാറ്. ഇത് ബാക്ടീരിയൽ ന്യൂമോണിയ പോലെ അത്ര കൂടുതൽ കഫം പുറത്തു വിടുന്നതല്ല, എക്സ്പെക്ട്രേഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ആവി പിടിക്കുന്നത് കൊണ്ട് ഇവിടെ എന്തെങ്കിലും ഗുണമുണ്ടാവാനുള്ള സാധ്യതയില്ല. കൂടാതെ ഉപദ്രവം ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട് താൻ. ഇനി ഇതുകൂടാതെ വേറെ ഒരു പ്രശ്നം കൂടിയുണ്ട് വർമ്മ സാറേ. ഈ നാവിൻ്റെയും വയറിൻ്റെയും ഒന്നും തന്തയല്ല ശ്വാസകോശത്തിൻ്റെ തന്ത. ഈ നാവിനും വയറിനും ഒക്കെ അറിയാം, ഈ ഇഞ്ചിയും മഞ്ഞളും ഒക്കെ നല്ല രുചിയുള്ള സാധനമാണ്, നല്ല മണമുള്ള സാധനമാണ്, 1 കിലോക്കൊക്കെ പൊന്നും വിലയുള്ള സാധനമാണ്, പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്, ബിരിയാണിയിലൊക്കെ ഇടുന്ന നല്ല കിടിലൻ സാധനമാണ്. പക്ഷേ ശ്വാസകോശത്തിന് ഇത് വെറും പൊടി അല്ലെങ്കിൽ ഫോറിൻ ബോഡി മാത്രമാണ്. ഇതിന് എത്ര നല്ല സാധനമാണെങ്കിലും ശ്വാസകോശത്തിനുള്ളിലെത്തിയാൽ ശ്വാസകോശത്തിന് ഇത് വെറും ഒരു ഫോറിൻ ബോഡി മാത്രമാണ്. ഈ അലർജി, ആസ്മയൊക്കെ ഉള്ളവർക്ക് ഈ ശ്വാസകോശം ഇതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഇതാണ് പരതക്കാട് ഷംസുവിൻ്റെ പെങ്ങളെ കാര്യത്തിൽ സംഭവിച്ചത്. അവർക്ക് പണ്ടെങ്ങാണ്ട് ഈ ചെറുപ്പത്തിലൊക്കെ ആസ്മയൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷേ ഈ സാധനങ്ങളെല്ലാം കൂടി വലിച്ചു കയറ്റിയപ്പോൾ അവരുടെ അലർജി കൂടി, ആസ്മ കൂടി, അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. കൂടാതെ ഇനി ഇത് കലക്കി കുടിച്ചാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഗ്യാസൊക്കെ ഉള്ളവർക്ക് കൂടുതൽ ഗ്യാസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഈ വയറിൽ അൾസറൊക്കെ ഉള്ളവർക്ക് ഇത്തരം എരിവും പുളിയും ഒക്കെയുള്ള സാധനങ്ങൾ കഴിക്കുന്നത് കൂടുതൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം നോക്കുകയാണെങ്കിൽ, ഈ മഹാമാരിക്കെതിരിൽ ഫലപ്രദമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഈ ലോകം മുഴുവൻ. ഈ മരുന്ന് കമ്പനിക്കാർ, സോക്കോൾഡ് മരുന്ന് മാഫിയൊക്കെ ഇതിനു വേണ്ടി കണ്ണിലെണ്ണ ഒഴിച്ചിരിപ്പാണ്. അപ്പോൾ നമ്മൾ കലക്കി കുടിക്കുന്ന ഈ സാധനങ്ങളിൽ എന്തെങ്കിലും ഈ അസുഖത്തെ തടയാനോ അല്ലെങ്കിൽ അതിന് ഫലപ്രദമായ എന്തെങ്കിലും ഒരു കിടുതാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ കിടുതാപ്പ് മാത്രം വേർതിരിച്ചെടുത്ത് നല്ല ബോട്ടിലാക്കി നല്ല പരസ്യത്തോടു കൂടി മാർക്കറ്റിലിറക്കി കോടികൾ വാരിക്കൂട്ടിയേനെ. ഈ ഇഞ്ചിയും കുരുമുളകും മഞ്ഞളും ഒന്നും അങ്ങനെ കിട്ടാത്ത സാധനമൊന്നുമല്ലോ. പക്ഷെ അവരുടെ ഒന്നും കണ്ണിൽ ഇത് പെടാത്തതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഇവയിലൊന്നും ഈ മഹാമാരിക്കെതിരിൽ ഫലപ്രദമായി സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ഇതിൻ്റെ ഭൂതം, ഭാവി, വർത്തമാനം. എല്ലാ രാജ്യങ്ങളിലുമായി എത്രയെത്ര രോഗികളാണ് ഇപ്പോൾ തന്നെ ചികിത്സയിൽ തന്നെ ഉള്ളത്. നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും സ്പെഷ്യൽ സെൻ്ററുകളിലുമൊക്കെ ICUയിലും വാർഡിലുമൊക്കെയായി എത്രയെത്ര രോഗികളാണുള്ളത്. അപ്പോൾ ഇവയിൽ ഏതിലെങ്കിലും എന്തെങ്കിലും സത്യമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൻ്റെ ICUവിൻ്റെയും വാർഡിൻ്റെയും ഒക്കെ വരാന്തകളൊക്കെ
ഒരു മലഞ്ചരക്ക് കടയുടെ മണമായിരുന്നേനെ. കൂടാതെ എത്രയെത്ര ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, നഴ്സുമാരും അടക്കം മരണത്തിന് കീഴടങ്ങുന്നു. മിനിമം അവർക്കെങ്കിലും ഇത് കലക്കി കൊടുക്കുമായിരുന്നില്ലേ? ഇനി അടുത്തതായി മത്സരം. ഈ അസുഖത്തിൻ്റെ പ്രതിരോധത്തിനായി നാടുകൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും ഈ മെഡിക്കൽ വിഭാഗങ്ങൾ തമ്മിലുമൊക്കെ ആരോഗ്യകരമായ ഹെൽത്തിയായ ഒരു കോമ്പറ്റീഷൻ തന്നെയുണ്ട്. ഈ ഇഞ്ചിയിൽ നിന്നും മഞ്ഞളിൽ നിന്നുമൊക്കെ വേർതിരിച്ചെടുത്ത ഇംഗ്ലീഷ് മരുന്നുകൾ അല്ലെങ്കിൽ അലോപ്പതി മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ബിരിയാണി റെസിപ്പിയിലെ സാധനങ്ങളെല്ലാം തന്നെ ആയുർവേദക്കാരുടെ കുത്തകയാണ്. എന്നിട്ട് പോലും ഏതെങ്കിലും ആയുർവേദ കോളേജിൽ പഠിച്ച കൊള്ളാവുന്ന ഡോക്ടർമാർ നിങ്ങളോട് ഇത് കലക്കി കുടിച്ചാൽ അല്ലെങ്കിൽ ഇത് ആവി പിടിച്ചാൽ ഈ അസുഖത്തിനെതിരിൽ ഫലപ്രദമാണ് എന്ന് നേരിട്ടോ അല്ലാതെ സോഷ്യൽ മീഡിയ വഴിയോ ആധികാരികമായി പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ അറിവിൽ ഇല്ല എന്നാണ് ഉത്തരം. ഇനി അടുത്തതായി അനുഭവ കഥകൾ. ഒരുപാട് പേര് പറയാറുണ്ട് അവരുടെ വീരശൂര പരാക്രമ അനുഭവ കഥകൾ. ഞങ്ങൾ ഇന്ന സാധനം കലക്കി കുടിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആവി പിടിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അസുഖം വരാത്തത്, അല്ലെങ്കിൽ അസുഖം വന്നിട്ടും സീരിയസ് ആവാത്തത് എന്നൊക്കെ. ഇതിനെ നമ്മൾ എൻ്റെ വീട്ടിലെ പൂവങ്കോഴി ദിവസവും രാവിലെ കൂവാറുണ്ട്, അതുകൊണ്ടാണ് നേരം വെളുക്കുന്നത് എന്ന് പറയുന്നത് പോലെ കാണാൻ പറ്റൂ. കാരണം ഇത് ഉപയോഗിക്കാത്ത ഒരുപാട് നാട്ടുകാർക്കും രാജ്യക്കാർക്കും ഒക്കെ ഈ അസുഖം വരാതിരിക്കുന്നുണ്ട്. അതേപോലെ അസുഖം വന്നിട്ടും വലിയ സീരിയസ് ആവാതിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാധനം ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ അസുഖം വരാതിരുന്നത് അല്ലെങ്കിൽ സീരിയസ് ആവാതിരുന്നത് എന്ന് പറയുന്നതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും തന്നെയില്ല. സോ മൈ ഫൈനൽ തോട്ട്, ഈ ലോകം മുഴുവൻ എല്ലാ രാജ്യങ്ങളും ഈ അസുഖത്തിനെതിരെ നല്ല രീതിയിൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അസുഖത്തിനെതിരെയുള്ള എന്ത് പുതിയ ശാസ്ത്രീയമായ സയൻറ്റിഫിക് അടിത്തറയുള്ള വിവരങ്ങളും നമ്മുടെ മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ അസുഖം വരാതിരിക്കാനും അഥവാ വന്നാൽ തന്നെ വേണ്ട മുൻകരുതലുകൾ എടുക്കാനും ചികിത്സകൾ എടുക്കാനും ഒക്കെ ശാസ്ത്രീയ അടിത്തറയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാതെ ഈ ആരോ പടച്ചുവിടുന്ന വാട്സപ്പ് മെസ്സേജുകളിൽ നമ്മൾ വീഴാതിരിക്കുക. ഇനി ആരെങ്കിലും എന്തെങ്കിലും പുതിയൊരു ഐഡിയയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണെങ്കിൽ അതിന് ഏതെങ്കിലും വലിയ ഡോക്ടറാണെങ്കിലും ശരി, അവരോട് നിങ്ങൾ 2 കാര്യങ്ങൾ ചോദിക്കുക. ഇതെന്താണ് സയൻറ്റിഫിക്കലി നിങ്ങൾ പ്രൂവ് ചെയ്യാത്തത്? 2, നിങ്ങൾ എന്താണ് ഇത് മറ്റ് രാജ്യക്കാർക്കും മറ്റ് നാട്ടുകാർക്കും ഒന്നും പറഞ്ഞു കൊടുക്കാത്തത്? അവരും കൂടി രക്ഷപ്പെടണ്ടേ എന്ന്. അണ്ണാ, ഞങ്ങൾ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ இந்த விஷயத்தில் ബിരുദാനന്തര ബിരുദം ഡോക്ടറേറ്റും ഒക്കെ എടുത്ത പെരിയവരണ്ണ. தம்பி, உங்களை நாம் இந்த யூடியூபில் வியூவர்ஸாக மட்டும்தான் பார்க்க விரும்புகிறேன். ഹോസ്പിറ്റലിൽ പേഷ്യൻ്റാ பார்க்க വിരുമ്പലയാ തമ്പി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, സംശയമൊക്കെ ഉള്ളവർ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഹെൽത്ത് റിലേറ്റഡ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.